അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For the reaction A to B to Z where K1 is equal to 5 into 10 raised to 6 second raised to minus 1 and K2 is equal to 3 into 10 raised to 6 second raised to minus 1, time at which B is maximum is option A 2.6 into 10 raised to minus 7 second, option B 1.1 into 10 raised to minus 7 second, option C 2.55 into 10 raised to minus 6 second, option D 2.55 second. നോക്കാം. So it is a question related to chemical reaction. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ആണ് കെമിക്കൽ കൈനറ്റിക്സിൽ പരിചയപ്പെടുന്നത്. കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചു. എ എന്ന് പറയുന്നത് ബി ആവുന്നു, അറ്റ് ദ സെയിം ടൈം എ എന്ന് പറയുന്നത് സി ആവുന്നു അറ്റ് K1 അറ്റ് K2. ഇത് ഏത് റിയാക്ഷനാണ്? ഇറ്റ് ഈസ് പാരലൽ റിയാക്ഷൻ. എ എന്ന് പറയുന്നത് ബി ആവുന്നു, അറ്റ് ദ സെയിം ടൈം എ എന്ന് പറയുന്നത് സി ആവുന്നു അറ്റ് റൈറ്റ് കോൺസ്റ്റന്റ് K1 ആൻഡ് K2 റെസ്പെക്റ്റീവ്ലി. ദിസ് ഈസ് കോൾഡ് പാരലൽ റിയാക്ഷൻ. എന്നാൽ എ എന്ന് പറയുന്നത് K1 ബി ആവുന്നു, ബി K2 സി ആവുന്നു. ഇറ്റ് ഈസ് കോൾഡ് കൺസിക്യൂട്ടീവ് റിയാക്ഷൻ. സോ പാരലൽ റിയാക്ഷനും ഉണ്ട്, കൺസിക്യൂട്ടീവ് റിയാക്ഷനും ഉണ്ട്. പാരലൽ റിയാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്തതാണ്. സോ ദിസ് reaction which is related to consecutive reaction, that is why A gives to B to C. K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്. ചോദ്യം തന്നിരിക്കുന്നത് ടൈം അറ്റ് വിച്ച് ബി മാക്സിമം ആവുന്ന ടൈം. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഇറ്റ് ഈസ് എ കൺസിക്യൂട്ടീവ് റിയാക്ഷൻ. ഇതിനകത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നു ഫോർ കൺസിക്യൂട്ടീവ് റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു K1 into A മൈനസ് K2 into B ഈസ് ഈക്വൽ ടു 0. ഇത് പഠിച്ചു വെച്ചിരിക്കുക. കൺസിക്യൂട്ടീവ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡി ബി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു K1 into A മൈനസ് K2 into B ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 0 ആയതുകൊണ്ട് കൃത്യമായിട്ട് ബി എഴുതാൻ പറ്റും. ബി എങ്ങനെ എഴുതാൻ പറ്റും? K1 into A divided by K2. ശരിയല്ലേ? K1 into A divided by K2 is equal to B. Clear? So consecutive reaction of rate constant in the formula അത് എഴുതുക. dB by dt is equal to K1 into A minus K2 into B is equal to 0. Then B is equal to K1 into A divided by K2. ഇനി എന്താണെന്ന് വെച്ചാൽ B will maximum when time will be T max. It is equal to then B maximum ആണെങ്കിൽ T maximum. So T max ന്റെ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. T max is equal to ln K2 divided by K1 whole divided by K2 minus K1. ln K2 divided by K1 whole divided by K2 minus K1 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? T max കിട്ടും. B maximum ആകുന്ന T കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. K2 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. K2 is 3 into 10 raised to 6 second raised to minus 1. K1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 into 10 raised to 6 second raised to minus 1. Then K2 minus K1 ചെയ്താൽ നമുക്ക് T max കിട്ടും. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
T max is equal to ln 3 into 10 raised to 6 divided by 5 into 10 raised to 6 whole divided by 3 into 10 raised to 6 minus 5 into 10 raised to 6. Okay, ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. So it is approximately equal to 0.5108 divided by 2 into 10 raised to 6 and the answer it is 2.55 into 10 raised to minus 7 second. Okay, so ശ്രദ്ധിക്കുക, ബി മാക്സിമം ആകണമെങ്കിൽ ടി മാക്സിമിൻ്റെ ഫോർമുല ഓർത്ത് വെച്ചിരിക്കുക. ln k2 by k1 whole divided by k2 minus k1. Okay, that is T max. T maxിൻ്റെ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T max ln 3 into 10 raised to 6 divided by 5 into 10 raised to 6 whole divided by 3 into 10 raised to 6 minus 5 into 10 raised to 6. It is approximately it is equal to 2.55 into 10 raised to minus 7. That means 2.6 into 10 raised to minus 7 second. Okay, ഇവിടെ 2.55 into 10 raised to minus 6 ആണ്. പക്ഷെ നമുക്ക് വരേണ്ട എത്ര? 2.55 into 10 raised to minus 7 ആണ്. Okay, so the answer it is option A. For the reaction A to B to C, where K1 5 into 10 raised to 6 second raised to minus 1 and K2 is equal to 3 into 10 raised to 6 second raised to minus 1, time at which B is maximum is 2.6 into 10 raised to minus 7 seconds. Clear ആണല്ലോ? So parallel reactionും consecutive reactionും അതിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. നേരത്തെ പാരലൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ പഠിച്ചു, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് പറഞ്ഞു തന്നു. നൗ കൺസിക്യൂട്ടീവ് റിയാക്ഷൻ്റെ എന്താണ് റേറ്റ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാനും ടി മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ? യെസ്. Next question it is, the number of radial knots for 4s orbital of hydrogen atom is. The number of radial knots for 4s orbital of hydrogen atom is. So തന്നിരിക്കുന്നത് 4s orbital ആണ്. തന്നിരിക്കുന്നത് 4s orbital ആണ്. റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ്. സോ നമുക്കറിയാം number of radial knots is equal to n minus l minus 1. Number of radial knots is equal to n minus l minus 1. ഇവിടെ n എന്താണെന്ന് ചോദിച്ചാൽ it is principal content number. n എന്താണ്? principal content number. Okay, l എന്താണ്? n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, l എന്ന് പറയുന്നത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. n പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, l അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. ഓക്കെ, ദെൻ ഇവിടെ തന്നിരിക്കുന്നത് 4s ഓർബിറ്റലാണ്, ശരിയല്ലേ? 4s ഓർബിറ്റലാണ്. അതിൽ നിന്നും n പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞു 4. എത്ര ഓർബിറ്റലാണ്? ഓർബിറ്റലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് n. ഓക്കെ, 4s ആണെങ്കിൽ n is equal to 4, 3p ആണെങ്കിൽ n is equal to 3, 2s ആണെങ്കിൽ n is equal to 2, അങ്ങനെ. ദെൻ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ s ആണ് എങ്കിൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 0, p ആണെങ്കിൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 1, d ആണെങ്കിൽ 2, f ആണെങ്കിൽ 3, ഇങ്ങനെ പോകും. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ s is equal to 0, p is equal to 1, d is equal to 2, f is equal to 3. ഓക്കെ, സോ l കിട്ടിക്കഴിഞ്ഞു. ഇവിടെ s ആണ്. s എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി.
n minus l minus 1 റേഡിയൽ നോട്ട്സും ആംഗുലർ നോട്ട്സും ഉണ്ട്. ഓക്കെ, ഇവിടെ റേഡിയൽ നോട്ട്സാണ് ചോദിക്കുന്നത് n മൈനസ് l മൈനസ് 1. സോ n എന്ന് പറയുന്നത് എന്താണ് 4 ആണ്, l എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് 1. സോ 4 minus 1 is equal to 3. So the number of radial knots of forest orbital of hydrogen atom it is 3. Option C is the right answer. So radial nodes കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക n minus l minus 1. Okay, so here hydrogen atomത്തിന്റെ forest orbitalന്റെ radial number of radial nodes it is equal to 3. Clear? Yes. Next question. The number of metal bonds in IR 4 times CO12 and Fe3 CO12 are respectively. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിൻ്റെയാണ് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത്? IR4 CO12 ടൈംസ്, IR4 ടൈംസ് CO12 ടൈംസ്. ഇതിൻ്റെ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കണം. ദെൻ Fe3 CO12ൻ്റെ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കണം. ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാർട്ടിൽ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ മെറ്റൽ എന്ന് പറയുന്നത് ഇറിഡിയം, ദെൻ സിയോ എന്ന് പറയുന്നത് കാർബണൈൽ ഗ്രൂപ്പാണ്. നോക്കാം, ഓരോന്നിൻ്റെയും മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം പറഞ്ഞതാണ്. മെറ്റൽ ബോണ്ട്, നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് എന്ന് പറയുന്നത് 18 into n മൈനസ് total valence electron whole divided by 2. This is the way to find out the number of metal bonds. ഏതൊരു കോമ്പൗണ്ടും തന്നിട്ട് ഇതിൻ്റെ മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ mm is equal to 18n into minus TVE, that means total valence electron whole divided by 2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെറ്റലാണ്. ഇവിടെ എത്ര മെറ്റലുണ്ട്? 4 മെറ്റലുണ്ട്. ശരിയല്ലേ? ഇറിഡിയം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ 4 മെറ്റൽ. സോ വി വിൽ ഗെറ്റ് 18 into 4 മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ, ഇറിഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പീരിയോഡിക് ടേബിളിലെ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെൻസിൻ്റെ പേര് പഠിച്ചു വെച്ചിരിക്കുക. ഫ്രം സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, chromium, manganese, iron, cobalt, nickel, copper and zinc. Okay, scandium, titanium, vanadium, chromium, manganese, iron, cobalt, nickel, copper and zinc. These are the first row transition elements. ഇതിൻ്റെ പേര് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ബിക്കോസ് ദിസ് ഈസ് D1 to D10. D1 to D10. It's D1, D2, D3, D4, D5, D6, D7, D8, D9 and D10. ഓക്കെ, ഇത് പഠിച്ചു വെച്ചിരിക്കണം. സോ ഹിയർ ഇറിഡിയം ആണ്. ഇറിഡിയം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുമ്പോൾ ഇത് D7 ആണ്. നമ്മൾ പറഞ്ഞു കൊച്ചു റോഡിലിരുന്നു, അതിലെ മൂന്നാമത്തതാണ് ഇറിഡിയം. ശരിയല്ലേ? ഇറിഡിയം. സോ D7 ആണ്. സോ വാലൻസ് ഇലക്ട്രോണോ 7 + 2 9, അതായത് 4s2 3d7 ആണ്. സോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 7 + 2 9 ആണ്. 9. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ 9 ആണ്. എത്ര മെറ്റൽ ഉണ്ട് ഇവിടെ? 9 വാലൻസ് ഇലക്ട്രോൺ ഉള്ള 4 മെറ്റൽ ഉണ്ട്. ദാറ്റ് മീൻസ് 9 into 4 36. ഓക്കെ, പ്ലസ് അത് മാത്രമല്ലല്ലോ, കാർബണൈൻ്റെ ഉണ്ടല്ലോ, 2 ആണ് ഒരു കാർബണൈലിൻ്റെ, 12 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര വരും? 24. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 2. 18 into 4 72 മൈനസ് 36 + 24 60 ഹോൾ ഡിവൈഡ് ബൈ 2. 72 - 60 എത്ര? 12. 12 - 2 is equal to 6. So the metal bond in IR4 times CO12 times it is 6. Okay, അപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് കിട്ടി 6 ആണ്. ഓപ്ഷൻ എ 6 3, ഓപ്ഷൻ ബി 3 6,
ഓപ്ഷൻ സി 6 4, ഓപ്ഷൻ ഡി 4 6. അപ്പോൾ ആദ്യത്തെ 6 ആണെന്ന് കിട്ടി, പക്ഷേ രണ്ട് ഓപ്ഷനിൽ ആദ്യത്തെ ആൾ 6. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ആളെ കണ്ടുപിടിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് Fe3CO12. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. Fe3CO12 ടൈംസ് നോക്കാം. Fe3CO12 ടൈപ്സ്. സോ Fe ആണ്, അതായത് അയൺ കോംപ്ലക്സ് ആണ് കാർബണൈൽ 12. ഓക്കെ, നോക്കാം. അയൺ എന്ന് പറയുന്നത് മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ എത്രയാണ്? 18n മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഹിയർ എത്ര മെറ്റൽ ഉണ്ട്? 3 മെറ്റൽ. സോ 18 ഇൻറ്റു 3 മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ അയണിൻ്റെ എത്ര ആണ്? അയൺ 4s2 3d 6 ആണ്. സോ 6 × 8 ആണ്. 8 ഇൻറ്റു 3 എണ്ണം ഉണ്ട്. സോ 8 3s are 24 പ്ലസ് 12 ഇൻറ്റു 2 24 ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 18 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 54 മൈനസ് 48 ഡിവൈഡ് ബൈ 2. So 54 minus 46 is equal to 6. 6 by 2 is equal to 3. So the metal bonds in Fe3CO12 times it is 3. Okay, so the answer it is IR 4 times CO12 times in the metal bond എന്ന് പറയുന്നത് 6 ആയിരുന്നു. Fe3CO12 times in the number of metal bond എന്ന് പറഞ്ഞാൽ 3 ആണ്. So the answer it is 6,3. അപ്പം കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 6,3 തന്നിട്ടുണ്ട്, 3,6 തന്നിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു ആവേശത്തിൻ്റെ പുറത്ത് ഓപ്ഷൻ ബി കുത്തരുത്. ഇറ്റ് ഈസ് റോങ്. ബിക്കോസ് IR 4 times CO12 times and Fe3CO12 times are respectively എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഇറ്റ് ഈസ് 6,3. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറക്കാതെ ഓർത്തിരിക്കുക. നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഈസ് ഈക്വൽ ടു 18n മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഹോൾ ഡിവൈഡഡ് ബൈ 2. Next question it is, the magnetic moment of a 6-coordinated transition metal complex is approximately 6 Bohr magneton. Bm means Bohr magneton. Identify the complex if it is both ESR and Moser active. Okay, അതായത് ഏതോ ഒരു കോംപ്ലക്സ് തന്നിരിക്കുന്ന 4 കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ MnH2O 6 times 2 plus Fe6H2O 6 times 3 plus FeH2O 6 times 2 plus FeCN6 3 minus. സോ ആദ്യം പ്രയർ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഓൾ ദ ഗിവൺ ഓപ്ഷൻസ് ആർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. എല്ലാ ഒക്ടാഹെഡ്രലാണ്, കാരണം എല്ലാ ലിഗാൻഡും 6 times. ഓക്കെ, സോ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഇനി ചോദിച്ചിരിക്കുന്നത് magnetic moment of 6 coordinated transition metal complex is approximately 6 Bohr magneton. അതായത് magnetic moment. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6 Bohr magneton. ഓക്കെ, ESR ആക്റ്റീവും മൊസബോർ ആക്റ്റീവുമായിട്ടുള്ള ഏത് കോംപ്ലക്സ് ആണ്? നമ്മൾക്കറിയാം every complex it is ESR active. എങ്ങനെ മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. ആദ്യം MnH2O 6 times 2 plus MnH2O 6 times 2 plus. It is an octahedral complex and it is also high spin because water is weak ligand. So it is a octahedral high spin complex.
ഓക്കെ ആണല്ലോ. mn2 ടൈം mn2 പ്ലസ് mn2 പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്? അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത് SC SC TV CRMN FO നിക്കൂസൻ, അതായത് SSC വിക്രമൻ ഫെക്കോ നിക്കൂസൻ എന്ന് വേണമെങ്കിൽ പഠിക്കാം. SSC TV വിക്രമൻ T വിക്രമൻ SSC T വിക്രമൻ ഫെക്കോ നിക്കൂസൻ എന്ന് പഠിക്കാം. സോ ദീസ് ആർ ദ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം D1 to D10. ഓക്കെ, തന്നിരിക്കുന്നത് Mn ആണ്. Mn ഇറ്റ് ഈസ് D5 4s2 3d5. mn2 പ്ലസ് ആവുമ്പോഴോ mn2 പ്ലസ് ആവുമ്പോൾ 3d5 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് വി ക്യാൻ ഡ്രോ 1 1 1 1 1 ബിക്കോസ് ഹൈ സ്പിൻ കോംപ്ലെക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്ട്രക്ചർ. സോ വി വിൽ ഗെറ്റ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത നോക്കാം, രണ്ടാമത്തെ ആള് Fe H2O 6 times 3 plus. octahedral കോംപ്ലക്സ് ആണ്. വാട്ടർ ആയതുകൊണ്ട് നോ പ്രോബ്ലം, ഹൈ സ്പിൻ തന്നെയാണ്. ഓക്കെ, ദെൻ Fe3 പ്ലസ് ആണ്. Fe2 പ്ലസ് എന്ന് പറഞ്ഞാൽ D6 ആണ്. 4s2 3d6 ആണ്. അപ്പം അതും എന്താണ് D5 വരും. Fe3 പ്ലസ് എന്ന് പറയുമ്പോൾ 3d5 വരും. ദ സെയിം സ്ട്രക്ചർ ഈസ്. അപ്പോഴവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. മൂന്നാമത്തെ കോംപ്ലക്സ് നോക്കാം. Fe H2O 6 times 2 plus. ദാറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ ആണ്, ഹൈ സ്പിൻ ആണ്. ബട്ട് Fe2 പ്ലസ് ആണ്. Fe2 പ്ലസ് ആകുമ്പം 3d6 ആണ്. 3d6 ആകുമ്പോൾ നമ്മുടെ എങ്ങനെ വരും സ്ട്രക്ചർ? 1 2. Okay, this is the 3d6 structure. So it has only 4 unpaired electrons. Okay, number of unpaired electrons is 4 unpaired electrons. Okay, and the last one it is Fe Cn6 3 minus. That means Fe 3 plus. X minus 6 is equal to 3 minus. അതായത് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. എക്സ് Cn ആയതുകൊണ്ട് -1 ആണ്. സോ -6 ഈസ് ഈക്വൽ ടു -3. എക്സ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് 6 ഈസ് ഈക്വൽ ടു +3. സോ Fe +3 ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ബട്ട് ഹിയർ ദ ലിഗാൻഡ് ഇറ്റ് ഈസ് സയനൈഡ്. സയനൈഡ് എന്ന് പറയുന്നത് വെരി സ്ട്രോങ് ലിഗാൻഡ് ആണ്. സോ ഇറ്റ് മേ അണ്ടർഗോ ലോ സ്പിൻ കോംപ്ലക്സ്. ഇതെന്താണ്? ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ Fe3 പ്ലസ് എന്ന് പറയുമ്പോൾ D5 ആണ്. D5 ആണ്, പക്ഷേ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. സോ 1 2 3 4 and 5. ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് 1. ഓക്കെ, എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞു. MnH2O 6 times 2 plus, it is an octahedral high spin. FeH2O 6 times 3 plus, it is an octahedral high spin complex. FeH2O 6 times 2 plus, octahedral high spin complex. FeCN6 3 minus, octahedral low spin complex. So first and second figures it was 5 unpaired electron. In third case 4 unpaired electron, and the last case 1 unpaired electron. നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം approximately the Bohr magnetic moment it is equal to 6 Bohr magneton. അപ്പോൾ 6 Bohr magneton ആവണമെങ്കിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. n+1 അല്ലേ? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. സോ നമ്മൾ ആദ്യമേ ഉറപ്പിച്ച് കഴിഞ്ഞു, ഒന്നുകിൽ ദിസ് വൺ അല്ലെങ്കിൽ ദിസ് വൺ. ഓക്കെ, ബിക്കോസ് ഇതിനകത്ത് 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. അപ്പം മാഗ്നറ്റിക് മൊമെന്റ് 5 ആവുന്നുള്ളൂ, ഇവിടെ 2 ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കോംപ്ലക്സ് ആണെന്ന് തീരുമാനിച്ചു. എന്നാൽ ESR ആക്റ്റീവ് നോക്കുകയാണെങ്കിൽ എല്ലാ ESR ആക്റ്റീവാ. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ. കാരണം എന്താ? എല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ
അല്ലേ? തന്നിരിക്കുന്ന 4 കോംപ്ലക്സിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ, എല്ലാം എന്താണ്, ESR ആക്റ്റീവാണ്. ഇനി ഒരേ ഒരു കാര്യമുള്ളൂ, രണ്ടെണ്ണത്തിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ, മൊസബോർ ആക്റ്റീവ് ഏതാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അയൺ 57 ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് മൊസബോർ ആക്റ്റീവ്. Okay, so the answer it is FeH2O6 times 3 plus, because the Mosmor active Fe57 is present in this complex, so it is ESR active and Mosbor active, and also it possesses the magnetic moment, approximately it is equal to 6 Bohr magneton. Clear? Yes. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് തന്നിട്ടുണ്ട്. മൊസബോർ അല്ലെങ്കിൽ ESR ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ കോൺഫിഗറേഷൻ എഴുതുക. ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ആക്റ്റീവ് ഏത് IS സ്പെക്ട്രമാണ്, സ്പെക്ട്രം ESR ഓർ മൊസബോർ ആക്റ്റീവ് ആയിട്ടുള്ള ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയുക. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the lability of the ions Cr2 plus V2 plus Mn2 plus follow the order. Option A, Cr2 plus less than V2 plus less than Mn2 plus. Option B, Mn2 plus greater than Cr2 plus greater than V2 plus. Option C, Cr2 plus greater than V2 plus greater than Mn2 plus. And the last one, V2 plus greater than Cr2 plus greater than Mn2 plus. So ചോദ്യം ലബിലിറ്റി ഓഫ് ദി അയോൺസ് ആണ്, അതിൻ്റെ ഓർഡർ എഴുതാനാണ്. അപ്പോൾ എന്താണ് ലബൈൽ അല്ലെങ്കിൽ ഇനേർട്ട്? ഓക്കെ, ഇഫ് ദ ലിഗാൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫാസ്റ്റർ ദെൻ ഇറ്റ് ഈസ് ലബൈൽ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കാം. ഇഫ് ദി ligand exchange rate is faster, it is labile. If the ligand exchange rate is slow, it is inert. ഓക്കെ, ലിഗാൻഡ് എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്, ഫാസ്റ്റർ ആണെങ്കിൽ ലബൈലായിരിക്കും, സ്ലോ ആണെങ്കിൽ എന്താ, ഇനേർട്ടായിരിക്കും. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചു കേൾക്കുക. ചോദിക്കും ലബിലിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യവും നമുക്ക് ചെയ്യാം, പഠിച്ചു വെച്ചിരിക്കുക. D1, D2, D4 ഹൈ സ്പിൻ, D5 high spin, D6 high spin, D7 high spin, D9, D10. All these are labile. Okay, D1 ആണോ, D2 ആണോ, D3 ഇല്ല, ശ്രദ്ധിക്കുക. D4 high spin, D5 high spin, D6 high spin, D7 high spin, D9 and D10. All these are labile. So ഇനി നമുക്ക് സിമ്പിളായി കാര്യങ്ങൾ. നമുക്ക് തന്നിരിക്കുന്ന അയോൺസ് ഇതിൽ ഏതിൽ വരും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നു Cr2 പ്ലസ്, ക്രോമിയമാണ്. നേരത്തെ നമ്മൾ എലമെൻസിൻ്റെ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെൻസിൻ്റെ പേര് പഠിച്ചിരുന്നു. ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെൻറ്റ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, SC എന്ന് പറഞ്ഞാൽ D1, D2, D3, D4, D5, D6, D7, D8, D9, D10. ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് കോൺഫിഗറേഷൻ D1 to D10. സോ ഫസ്റ്റ് ചോദ്യം ക്രോമിയമാണ്. ക്രോമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് D4, ദാറ്റ് മീൻസ് 4s2 3d4. ഇവിടെ ക്രോമിയം 2+ ആണ്, സോ 3d4. ക്രോമിയം 2+ ആയതുകൊണ്ട് 3d4 ആണ്.
Okay, so D for high spin, it is labile. നമുക്ക് കിട്ടി, അത് ലബൈലാണെന്ന് കിട്ടി. രണ്ടാമത്തെ ആളാരാണ്? V2 പ്ലസ്. രണ്ടാമത്തെ ആളാണ് V2 പ്ലസ്, ദാറ്റ് ഈസ് വനേഡിയം പ്ലസ് 2. ഓക്കെ, വനേഡിയം പ്ലസ് 2 ആകുമ്പോഴോ വനേഡിയത്തിന് എത്രയാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്? D3 അല്ലേ? 4s2 D3. വനേഡിയം 2 പ്ലസ് അല്ലേ, അപ്പോൾ എത്ര വരുന്നത്? 3D3. 3D3 ഇതിൽ വരുന്നതാണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ലബൈൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലബൈലാണെന്ന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ വി എന്ന് പറയുന്നതോ ഇനേർട്ടാണ്, അല്ലെങ്കിൽ നോട്ട് ലബൈലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ Mn2 പ്ലസ്. Mn2 പ്ലസ് എന്ന് പറഞ്ഞാൽ Mn എന്ന് പറയുന്നത് എന്താണ്? കണ്ട് എഴുതിയിട്ടുണ്ട് D5, 3D5. Mn2 പ്ലസ് ആകുമ്പോൾ 3D5. Mn എന്ന് പറഞ്ഞാൽ 3D5 4s2. 2 പ്ലസ് എന്ന് പറയുമ്പോൾ 3D5. അപ്പോൾ D5 ആണ്. D5 ഇറ്റ് ഈസ് ആൾസോ ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്, സോ ഇറ്റ് ഈസ് ആൾസോ ലബൈൽ. അപ്പോൾ ഏറ്റവും ലബിലിറ്റി കുറഞ്ഞ ആളാരാന്ന് മനസ്സിലായി? ആരാണ്? V2 പ്ലസ്. അങ്ങനെയുള്ള ഓർഡർ ഉണ്ടോ നോക്കാം. Cr2 പ്ലസിന് ഏറ്റവും ചെറുത്, V2 പ്ലസ് അതിലും വലുത്. അപ്പോഴേ മനസ്സിലായി അത് തെറ്റാണ്, കാരണം ഏറ്റവും കുറവ് വിക്ക്. അടുത്ത Cr2 പ്ലസ് ഏറ്റവും വലുത്, അതിൽ വലുത് V2 പ്ലസ്, അത് മനസ്സിലായി തെറ്റാണ്. Mn2 പ്ലസ് ഏറ്റവും വലുത്, അതിലും കുറവ് Cr2 പ്ലസ്, ഏറ്റവും കുറവ് V2 പ്ലസ്. ശരിയല്ലയോ? അതാണ്ട് ഈ ഓപ്ഷനിലും ഏറ്റവും കുറവ് Mn2 പ്ലസിന്, തെറ്റാണ്. സോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ വനേഡിയത്തിന് ഏറ്റവും ലബിലിറ്റി കുറവുള്ളത്. ഏതാ? ഓപ്ഷൻ ബി. അപ്പോൾ ലബിലിറ്റിയും ഇനേർട്ടും ഓർത്തു വെച്ചിരിക്കുക. ബിക്കോസ് ഇഫ് ദ ലിഗാൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഹൈ അല്ലെങ്കിൽ ഫാസ്റ്റർ, ദെൻ എന്താണ്? ലബൈൽ കോംപ്ലക്സ് ആയിരിക്കും. ഇഫ് ദ ലിഗാൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് സ്ലോ, ദെൻ ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇനേർട്ട് ആയിരിക്കും. D1, D2, D4 ഹൈ സ്പിൻ, D5 ഹൈ സ്പിൻ, D6 ഹൈ സ്പിൻ, D7 ഹൈ സ്പിൻ, D9, D10. D8 ഇല്ലേ, D3യും ഇല്ല. ഇതെല്ലാം എന്താണ്? ലബൈലാണ്. പിന്നെ തന്നിരിക്കുന്ന കോംപ്ലക്സുകൾ ഇതിൽ ഏതിൽ വരുമെന്ന് നോക്കുക. വരാത്തത് ഇനേർട്ടായിരിക്കും, വരുന്നതെല്ലാം ലബൈലുമായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ ലബിലിറ്റി ഓഫ് ദ അയോൺ Cr2 പ്ലസ്, V2 പ്ലസ്, Mn2 പ്ലസ്, ഫോളോ ദ ഓർഡർ. Mn2 plus is greater than Cr2 plus greater than V2 plus. Clear? Yes. Next question it is, the normalization constant of the equation phi m is equal to Bm e raised to Im phi is option A 1 by 2 pi, option B 1 by pi, option C 1 by root 2 pi, and option D 1 by root 2 pi. ഓക്കെ, അപ്പം ചോദ്യം ഫ്രം ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. phi m is equal to Bm e raised to Im is. ഓക്കെ, നോക്കാം. കണ്ടുപിടിക്കേണ്ടത് നോർമലൈസേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഫൈ എന്ന് തന്നിട്ടുണ്ട്. സോ ദ ലിമിറ്റ് ഇറ്റ് ഈസ് 0 to 2 pi. സോ ഫൈ തന്നുകൊണ്ട് 0 to 2 pi ആണ്. അപ്പം സ്പെറിക്കലി ഉള്ള എന്തെങ്കിലും ആകാം, നമ്മുടെ അസംഷനാണ്. സോ 0 to 2 pi psi star 0 to 2 pi phi star d tau is equal to 1. Okay, 0 to 2 pi phi star d phi is equal to 1. ഇനി ഇതിനെ psi തന്നിട്ടുണ്ട് എത്രയാണ്? Bm e raised to Im phi. So 0 to 2 pi Bm e raised to Im phi into psi star. ഓക്കെ, അപ്പോൾ psi star എന്ന് പറയുമ്പോൾ Bm e raised to minus Im phi. Bm e raised to Im phi into Bm e raised to minus Im phi into
d phi is equal to 1 ആണല്ലോ. integral 0 to 2 pi bm e raised to em phi into bm e raised to minus im phi d phi is equal to 1. That means normalization constant കണ്ടുപിടിക്കാനുള്ളത് തന്നെ psi star d psi is equal to d2 is equal to 1 എന്നുള്ളതാണ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടും. സോ 0 to 2 pi bm e raised to im phi into bm e raised to minus im phi d phi is equal to 1. നമുക്ക് ചെയ്യാം. e raised to im phi e raised to im phi യുടെ minus im phi യുടെ കട്ടായി പോവല്ലോ. സോ we will get 0 to 2 pi bm into bm d phi is equal to 1. That means 0 to 2 pi bm ൻ്റെ സ്ക്വയർ അതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തിറക്കാം. bm സ്ക്വയർ d phi is equal to 1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം d phi ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ phi ആണ് കിട്ടുന്നത്. സോ bm സ്ക്വയർ phi 2 pi 0 is equal to 1. സോ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. bm സ്ക്വയർ 2 pi ഇട്ട് കൊടുത്ത് 2 pi മൈനസ് 0 എന്ന് പറയുന്നത് 0 ആണ്. 2 pi മൈനസ് 0 2 pi ആണ്. സോ bm സ്ക്വയർ ഇൻറ്റു 2 pi ഈസ് ഈക്വൽ ടു 1. അപ്പം bm സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 pi എന്ന് കിട്ടും അല്ലേ. bm ഈസ് ഈക്വൽ ടു 1/√2 pi അല്ലെങ്കിൽ 1/2 pi. Okay, so the bm, the normalization constant, it is root of 1/2 pi. എങ്ങനെ കിട്ടിയെന്ന് ജസ്റ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷൻ്റെ. phi m psi bm e raised to minus em phi is. അപ്പം നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ psi സ്റ്റാർ d psi is equal to 1. ഈ ഇക്വേഷനിലിട്ടാണ് ചെയ്യേണ്ടത്. psi നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ phi ഇവിടെ phi തന്നതുകൊണ്ടാണ് നമ്മൾ 0 to 2 പൈൻ്റെ ലിമിറ്റ് എടുത്തത്. അപ്പോൾ 0 to 2 പൈ അത് psi നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. bm e raised to im phi ഇൻറ്റു അതിൻ്റെ psi സ്റ്റാർ bm e raised to minus im phi ഇൻറ്റു d psi is equal to 1. ഓക്കെ, അപ്പോൾ e raised to im phi e raised to im phi ഇവിടെ കട്ടായി പോയി. സോ 0 to 2 pi bm ഇൻറ്റു bm d psi is equal to 1. Then bm and bm യോട് മൾട്ടിപ്ലൈ ചെയ്തപ്പം bm സ്ക്വയർ. സോ bm സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi d psi is equal to 1. സോ bm സ്ക്വയർ ഇൻറ്റു psi 0 to 2 pi is equal to 1. സോ bm സ്ക്വയർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ 2 pi മൈനസ് 0 ദാറ്റ് മീൻസ് 2 pi. bm സ്ക്വയർ ഇൻറ്റു 2 pi is equal to 1. bm സ്ക്വയർ is equal to 1/2 pi. bm is equal to 1/√2 pi. That means bm is equal to, that means the normalization constant, it is equal to √1/2 pi. So the answer it is 1/2 pi. It is not right. 1/pi it is not right. C option 1/√2 pi it is the right answer. So the normalization constant of the equation psi m psi is equal to bm e raised to minus im phi is equal to 1/√2 pi. Clear ആണല്ലോ? Yes.